മലങ്കര കാത്തലിക് ടിവിയുടെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നും നമ്മോടൊപ്പമുള്ളത് ബദനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് കുരുവിള പീടികയിലാണ്. നമുക്ക് അച്ഛൻ്റെ വാക്കുകൾ ശ്രമിക്കാം. അച്ഛാ, ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. കഴിഞ്ഞയാഴ്ച നമ്മൾ കൂടുതലായിട്ട് വിശകലനം ചെയ്തത് ബദനി സന്യാസ സമൂഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളാണ്. ഇന്ന് ഞങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ബദനി സന്യാസ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ശുശ്രൂഷകളെക്കുറിച്ചാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നിരവധിയായ ഇടവകളുണ്ട്. ആരംഭ കാലഘട്ടങ്ങളിലുള്ള പരമ്പരാഗത ഇടവകളുടെ സ്ഥാപനത്തിലും വളർച്ചയിലും ഈ സന്യാസ സമൂഹം ചെലുത്തിയ പങ്കെന്താണ്? ബഹുമാനപ്പെട്ട അച്ഛ, ചരിത്ര പശ്ചാത്തലത്തിൽ ചോദിച്ച ചോദ്യത്തിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മലങ്കര കത്തോലിക്ക സഭയിലുള്ള ഇടവക ദേവാലയങ്ങളിൽ 270ഓളം ദേവാലയങ്ങളുടെ സ്ഥാപനത്തിലും നടത്തിപ്പിലും ബഥനി ആശ്രമ അംഗങ്ങൾ പങ്കാളികളായിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ പുനരയിക്കപ്പെട്ടതിന് ശേഷം മലങ്കര കത്തോലിക്ക സഭയുടെ ശുശ്രൂഷ നിർവഹിച്ചത് ബഥനി ആശ്രമ വൈദികരാണ്. തിരുവനന്തപുരം പട്ടണത്തിൽ ആദ്യമായി അന്ത്യോക്യൻ രീതിയിലുള്ള ഒരു ആരാധന കുർബാന ചൊല്ലിയത് കുന്നുകുഴി ആശ്രമത്തിൽ താമസിച്ച ബെർസ്ലീവ അച്ഛനാണ്. ഇന്ന് തിരുവല്ലായിൽ കത്തീഡ്രൽ നിലനിൽക്കുന്ന സ്ഥലത്ത് ആദ്യമായി ഒരു ഓല ഷെഡ് കെട്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചത് ബഹുമാനപ്പെട്ട ഏബ്രഹാം അച്ഛനാണ്. ചുരുക്കത്തിൽ ആദ്യകാലത്തെ പരമ്പരാഗത ഇടവകളുടെ മുഴുവൻ വികാരിമാരായി സ്ഥാപനത്തിലും വളർച്ചയിലും ബഥനി ആശ്രമാംഗങ്ങൾ വലിയ ശുശ്രൂഷകളാണ് ചെയ്തത്. ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ആശ്രമത്തെ സംബന്ധിച്ചിടത്തോളം ചില പ്രത്യേക മിഷൻ പ്രദേശങ്ങൾ ഏറ്റെടുത്ത് ആ പ്രദേശം ഡെവലപ്പ് ചെയ്ത് പരമ്പര ഇടവകൾ സ്ഥാപിച്ചിട്ട് പിന്മാറുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഉള്ളത്. ഉദാഹരണം നെടുമങ്ങാട്. ഇന്ന് നമുക്കുള്ള മിഷനുകളിൽ ശക്തമായ ഒരു പ്രദേശമാണ് നെടുമങ്ങാട്. ഏകദേശം 30 ഇടവകൾ നമുക്ക് നെടുമങ്ങാടുണ്ട്. ഇത് മുഴുവൻ തുടങ്ങിയതും വിപുലീകരിച്ചതും ബഥനി ആശ്രമാംഗങ്ങളാണ്. അതേപോലെ കാഞ്ഞിരംകുളം, തിരുവനന്തപുരം പട്ടണത്തിനകത്തുള്ള പല ഇടവകൾ. ഇനി തിരുവല്ല രൂപതയ്ക്ക് ചുറ്റുമുള്ള എല്ലാ ഇടവുകളിലും ആദ്യകാലത്ത് ആശ്രമത്തിലെ വൈദികരായിരുന്നു വികാരിമാർ. മലബാർ പ്രദേശത്തൊക്കെ ആദ്യം മിഷൻ പോയത് ബഥനിയിലെ അച്ഛനാണ്. കർണാടക മിഷൻ മുഴുവൻ ഏറ്റെടുത്ത് ഇന്ന് രൂപതയായി മാറിയത് മുഴുവൻ ബഥനി ആശ്രമസ്ഥരുടെ പരിശ്രമമാണ്. പൂന ഖഡ്കി രൂപതയുടെ ദേവാലയങ്ങളിൽ 95% സ്ഥാപിച്ചത് പരമ്പരാഗത ദേവാലയങ്ങൾ ബഥനി ആശ്രമാംഗങ്ങളാണ്. കൽക്കട്ട, ഹൈദരാബാദ്, റായ്പൂര് എന്ന് പറഞ്ഞതുപോലെ മലങ്കരയിലെ മിഷൻ പ്രവർത്തനത്തോടൊപ്പം പരമ്പരാഗത ഇടവകൾ സ്ഥാപിക്കുന്നതിലും വലിയ നേതൃത്വം ബഥനിക്ക് കൊടുത്തു. ഇന്ന് പല ഇടവകളിൽ നിന്നും ബഥനി പിന്മാറുന്നു. കാരണം രൂപതയ്ക്ക് അതിൻ്റെ സംവിധാനവും വൈദികരുമുണ്ട്. ബഥനി ആശ്രമത്തിൻ്റെ മൂന്നാമത്തെ ആശ്രമം എന്ന് പറയുന്നത് കറ്റാണം ആശ്രമമാണ്. കറ്റാണം പ്രദേശത്ത് അതിന് ചുറ്റുമുള്ള ദേവാലയങ്ങൾ രൂപപ്പെടുത്തിയത് ബഥനി ആശ്രമ വൈദികരാണ്. അതുകൊണ്ട് മലങ്കരയിലെ ഏത് രൂപത എടുത്താലും അതിൻ്റെ മുന്നണി പോരാളികൾ എന്ന നിലയിൽ ദേവാലയം സ്ഥാപിച്ചതും നടത്തിയതും ബഥനി ആശ്രമത്തിൽ വലിയ പങ്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് 270 പള്ളികളിൽ ബഥനി ആശ്രമങ്ങൾ ജോലി ചെയ്യുകയോ സ്ഥാപിക്കുകയോ പണി തീർത്തുകയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പരമ്പരാഗത ഇടവകകൾ സ്ഥാപിക്കുന്ന ആ സമയത്ത് ആ പ്രദേശത്തുള്ള നമ്മുടെ സഹോദരങ്ങൾ നിരവധി പേരുണ്ട്.
അവർക്കെല്ലാം നമ്മളോടുള്ള ഒരു മനോഭാവം എന്തായിരുന്നു? പരമ്പരാഗത ഇടവകകൾ സ്ഥാപിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് സുറിയാനിക്കാരുണ്ട്. മറ്റുള്ളവരുടെ ജാതി പറയുന്നത് ശരിയല്ല, കാരണം ഞാൻ ജാതി വിശ്വസിക്കുന്ന എല്ലാവരും. എന്നാലും സമൂഹത്തിലുള്ള എല്ലാവരും ഈ കാവി ഇത് കാണുമ്പോൾ ആർക്കും നമ്മളെ മാറ്റി നിർത്താൻ സാധിച്ചിട്ടില്ല. വിശേഷിച്ചും നമ്മുടെ മിഷൻ മേഖലകളിൽ നമ്മൾ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ആതുര ശുശ്രൂഷയിലും ജാതി മതഭേദമന്യേ എല്ലാവരും സഹകരിക്കുകയും അതിൻ്റെ ഉപഭോക്താക്കളാക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്ത അനുഭവമാണ് ബഥനിക്കുള്ളത്. വിശേഷിച്ച് നെടുമങ്ങാട് പ്രദേശം മുഴുവൻ ജാതിമത ഭേദമന്യേ നമ്മുടെ പ്രസ്ഥാനങ്ങളെ ഹൃദയത്തിലേറ്റിയതാണ്. നമ്മൾ മത പരിവർത്തനം എന്നുള്ള വിഷയം നമുക്കില്ല. ക്രൈസ്തവ സാക്ഷ്യം നൽകുക, നമ്മളോട് ചേരാൻ താല്പര്യമുള്ളവരെ അവരുടെ വിശ്വാസക്രമം അനുസരിച്ച് ജീവിക്കാൻ അവർ താല്പര്യമാണെങ്കിൽ നമ്മൾ അവിടെ നിർത്തുകയേ ഉള്ളൂ. അവരെ ഇങ്ങോട്ട് ചേർക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷേ നമ്മുടെ മിഷൻ പ്രദേശങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുള്ളത് CSI, മറ്റ് പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ, ഇവിടെയൊക്കെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ട് ശുശ്രൂഷ കിട്ടാത്ത പലരുമാണ് നമ്മൾ ദേവാലയങ്ങൾ തുടങ്ങിയപ്പോൾ നമ്മളോട് ചേർന്നത്. പക്ഷേ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും ഹൈന്ദവ സഹോദരങ്ങളും ഒക്കെ നമ്മുടെ എല്ലാ പ്രസ്ഥാനങ്ങളോടും ചേർന്ന് പ്രവർത്തിച്ചവരാണ്. ഈ നോർത്ത് ഇന്ത്യൻ മിഷനെ കുറിച്ച് പറയുമ്പോൾ മലയാളികളായ വ്യക്തികൾ ഇവിടെ നിന്ന് അവിടെ പോയി താമസിക്കുന്നുണ്ട്. നമ്മൾ നടത്തുന്ന ഈ മിഷൻ പ്രവർത്തനം ഈ പറയുന്ന മലയാളികളായ വ്യക്തികളെ ഉദ്ദേശിച്ചാണോ, ആരാധനക്രമപരമാണെങ്കിലും സാമൂഹികപരമാണെങ്കിലും, അതോ അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട ഈ കാര്യത്തിൽ 2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്ന് പാസ്റ്റർ കെയർ, 2 മിഷൻ. ട്രഡീഷണലായി സുറിയാനി പാരമ്പര്യത്തിൽ ജീവിച്ചിട്ടുള്ളവർ ജോലി തേടി നോർത്ത് ഇന്ത്യയിലേക്ക് പോയപ്പോൾ നമ്മൾ ആദ്യം പോയി തുടങ്ങിയത് മിഷനല്ല, അവരുടെ ആത്മീയ പരിപോഷണം സംരക്ഷണാർത്ഥം ചെയ്ത പ്രവർത്തനങ്ങളാണ്. അങ്ങനെയാണ് ബോംബെ, പൂന, ഡൽഹി, കൽക്കട്ട ഈ പറഞ്ഞ സ്ഥലങ്ങളിലുള്ള ഇടവകളെല്ലാം പാസ്റ്ററൽ കെയർ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുന്ന ദേവാലയങ്ങളായിട്ടാണ് മാറിയത്. നമ്മളൊരു മിഷൻ ഔട്ട്ലുക്കോടുകൂടെ പോയത് ഈ 10ാം ദശകത്തിലാണ്. ഈ 10ാം ദശകത്തിൽ നാം ചെയ്ത മിഷൻ ഔട്ട്ലുക്ക് പഞ്ചാബ് ആരും മതപരിവർത്തനം ചെയ്യുകയല്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഗ്രാമങ്ങളിൽ ചെന്ന് കൂട്ടുക. കാരണം ആയിരക്കണക്കിന് കുട്ടികൾ സ്കൂളിൽ പോകാതെ കിടപ്പുണ്ട്. ത്രിപുര, കൽക്കട്ട, ഈ സ്ഥലങ്ങളിലെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നു. എന്തൊക്കെയോ സുവിശേഷം കേട്ടിട്ട് അതിനെ അനുധാവനം ചെയ്യാൻ സാധിക്കാതെ പോയവരും ആ ശുശ്രൂഷ കൊടുക്കാൻ പറ്റാത്തതുമായ പല ഗ്രൂപ്പുകൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. നമ്മുടെ സുവിശേഷം വെളിച്ചം ചെന്നപ്പോൾ അവരാണ് നമ്മളോട് ചേരുന്നത്. അത് മാത്രമേ നമുക്ക് മിഷൻ ആയി കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഒറീസയിൽ നമുക്ക് നല്ല സംവിധാനമുണ്ട്, പഞ്ചാബിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, ത്രിപുരയിലുണ്ട്, ഡൽഹിയിലുണ്ട്. ഇതൊക്കെ ട്രഡീഷണൽ മിഷൻസ്. മറ്റേ നമ്മൾ കഴിയുന്നത് പാസ്റ്ററുകൾ കൊടുക്കുന്ന പാസ്റ്റർ സെൻറ്റേഴ്സ്, ട്രഡീഷണൽ ദേവാലയങ്ങൾ. ഇതിനെ നമ്മളിങ്ങനെ വ്യവിച്ഛേദിച്ച് കാണേണ്ടതായ ആവശ്യമാണ്. 2, നമ്മുടെ ആരാധനാ രീതികളും പ്രായോഗികതും ഈ മിഷന് വേണ്ടി നവീകരിക്കണം, സ്ട്രക്ചർ ചെയ്യണം, ഭാഷ മാറ്റേണ്ടവ മാറ്റണം എന്നുള്ള ഒരഭിപ്രായം കൂടെയാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ഈ ഇൻ്റർവ്യൂവിൽ പങ്കുവെക്കാനുള്ളത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയനുസരിച്ച് വിവിധങ്ങളായ ഭാഷകളിൽ നമ്മുടെ ആരാധനാക്രമങ്ങൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എങ്കിലും അച്ഛന് ഇൻകൾച്ചറേഷനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ. ഈ ബദനി സന്യാസ സമൂഹം പ്രത്യേകിച്ച് ഈ കായ് വസ്ത്രമായതുകൊണ്ട് സ്വീകാര്യത കൂടി എന്ന് പറഞ്ഞല്ലോ. ഈ നോർത്ത് ഇന്ത്യൻ
സൗത്ത് ഇന്ത്യയിലും കുറച്ച് ഭാഗങ്ങളിൽ, നോർത്ത് ഇന്ത്യ കൂടുതലായിട്ടും ഈ പറയുന്ന ഇൻകൾച്ചറേഷൻ എപ്രകാരമാണ് സാധ്യതമാക്കിയിട്ടുള്ളത്? എനിക്കതിനെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരഭിപ്രായമാണ് ഉള്ളത്. കാരണം ഞാനൊരു തിയോളോജിയനല്ല, ഞാൻ സാമൂഹ്യശാസ്ത്രം പഠിച്ച ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ദൈവത്തെ ഞാൻ അറിയാവുന്ന ഭാഷയിലാണ് വിളിക്കേണ്ടത്. എൻ്റെ ദൈവത്തെ ഞാൻ അറിയാവുന്ന രൂപങ്ങളിലൂടെയും ഭാവങ്ങളിലൂടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ദൈവമാണെന്ന് ചോദിച്ചാൽ ദൈവമല്ല, പക്ഷേ അതിലൂടെ ഞാൻ ദൈവത്തെ കാണും എന്ന് പറഞ്ഞതുപോലെ ഇതിൽ വലിയ വ്യതിയാനങ്ങളും പഠനങ്ങളും നമുക്ക് ആവശ്യമാണ്. നമ്മളെന്നും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താ? ഭൂമിയുടെ മുഖത്തെ നവീകരിക്കണമെന്നല്ലേ. ചർച്ച് ഈസ് നോട്ട് സ്റ്റാറ്റിക്, ഇറ്റ് ഈസ് ഡൈനാമിക്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് ഈ ഇൻസെക്യൂരിറ്റി ഭയങ്കരമാണ്. ഇത് പോയാൽ നമ്മുടേതെല്ലാം നശിക്കും. ഇല്ല. സോ വി ഹാവ് ടു ഗോ ഔട്ട്. അതിന് ഒരു സംശയവുമില്ല. നമ്മുടെ ആരാധനകളിൽ വ്യത്യാസം വരണം. ഇന്ന് തന്നെ നമ്മുടെ നാട്ടിൽ പ്രാക്ടീസുകളിൽ വ്യത്യാസമില്ലേ? ഉണ്ട്. പത്തനംതിട്ട പ്രദേശത്ത് ഒരു വിവാഹം നടത്തുന്ന പോലല്ല മിഷൻ പ്രദേശങ്ങളൊരു വിവാഹം നടത്തുന്നത്. ആചാരങ്ങളിൽ വ്യത്യാസമില്ലേ? ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലിറ്റർജിയിലും ആചാരങ്ങളിലും അതാത് സംസ്കാരം മനസ്സിലാക്കി നവീകരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മളിത് ആ ഭാഷയിലേക്ക് കോപ്പി ചെയ്ത് അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി താല്പര്യമില്ല. അതിന് പഠനം നടത്തണം. എനിക്ക് തോന്നുന്നു ബദനിയാശ്രമത്തിൻ്റെ ഒരു പ്രധാന ചുമതല കൂടിയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം ആദ്യമായിട്ട് ഹിന്ദിയിലൊരു തക്സ അടിച്ചത് ബദനിയാശ്രമമാണ്. ഒറീസയിൽ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, പഞ്ചാബിയിലൊക്കെ ആയി. കാരണം അത് ചെയ്യണം, അത് സഭ അതിനെ സപ്പോർട്ട് ചെയ്യണം. ഈ കാര്യത്തിൽ വലിയ വ്യതിയാനങ്ങൾ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. ഇനി നാം ഉപയോഗിക്കുന്ന ബിംബങ്ങളും പ്രതീകങ്ങളും ആനുകാലികമാകണം. ഇല്ലെങ്കിൽ നമുക്ക് ആനുകാലികമായിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കാൻ സാധിക്കില്ല. ഭാരതത്തിന് അകത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ബദനി സന്യാസ സമൂഹം ചെയ്യുന്ന ശുശ്രൂഷകളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. വിദേശ രാജ്യങ്ങളിലും ധാരാളം ശുശ്രൂഷകൾ ഈ സന്യാസ സമൂഹം ചെയ്യുന്നുണ്ട് എന്നച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായി. ഇതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് എത്യോപ്യയിലുള്ള നിങ്ങളുടെ ശുശ്രൂഷ. അതിനെക്കുറിച്ച് അല്പം ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും. ബദനി സന്യാസ സമൂഹം എത്യോപ്യൻ മിഷനിലേക്ക് കടന്നു ചെല്ലുന്നത് 9ാം ദശകത്തിലാണ്. 18ാം ജനറൽ സിനാക്സിൻ്റെ തീരുമാനപ്രകാരമാണ് എത്യോപ്യൻ മിഷനിലേക്ക് ബദനി സന്യാസ സമൂഹം കടന്നു ചെല്ലുന്നത്. ആദ്യം ചെല്ലുന്നത് എത്യോപ്യൻ എംഡിബ്യൂർ ഡയസസിലാണ് പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി ചെന്നത്. അവിടെ ഒരാശ്രമവും അതിനോട് ചേർന്ന് ഒരു കോളേജും സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അവരുപയോഗിക്കുന്നത് പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള ഒരു ആരാധനാ ക്രമമാണ്. അത് നമുക്ക് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാം അന്നത് ചെയ്തില്ല. പക്ഷേ ക്രമേണ അലക്സാണ്ട്രിയൻ റൈറ്റാണ് ഉപയോഗിക്കുന്നത്. ക്രമേണ നമ്മുടെ അച്ഛന്മാരത് പഠിച്ചെടുത്തിട്ട് 4 വർഷത്തിന് ശേഷം പള്ളികളിലും ജോലി ചെയ്യാൻ തുടങ്ങി. എംഡിബ്യൂറിലെ കോളേജ് സ്ഥാപിച്ച് 10 വർഷം നടത്തി അതിൻ്റെ ബാലാരിഷ്ടതകളെല്ലാം തീർത്തിട്ട് നമ്മൾ ഡയസിന് തിരിച്ചു കൊടുത്തു. കാരണം നമ്മളവിടെ കോളേജ് നടത്താനോ സ്കൂൾ നടത്താനോ ചെന്നവരല്ല, നമ്മൾ പ്യുവർ മിഷനാണ് ഉദ്ദേശിച്ചത്. എന്നാൽ എംഡിബ്യൂർ രൂപത ആശ്രമ പ്രസ്ഥാനം അവിടെ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുവേണ്ട സ്ഥലം തരികയും നാം അവിടെ ഗോറു എന്ന സ്ഥലത്ത് ഒരാശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അലക്സാണ്ട്രിയൻ സംസ്കാരത്തിൽ ആശ്രമ പ്രസ്ഥാനങ്ങൾക്ക് വലിയ സാധ്യതകളും പൊതുജനം ശ്രേഷ്ഠമായി കരുതുന്നതുമാണ് ആശ്രമ പ്രസ്ഥാനങ്ങൾ. അങ്ങനെ ഒരു ആശ്രമ ജീവിത ശൈലി ബദനി അംഗങ്ങൾ തുടരുകയും അതിന് ചുറ്റുമുള്ള ഇടവകൾ ശക്തിപ്പെടുത്തുകയും ചെയ്തു. വിശേഷിച്ചും ഗോമൂസ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും അടിമ വർഗത്തിനു വേണ്ടി ബഥനിയിലെ വൈദികർ വലിയ ശുശ്രൂഷകൾ കാഴ്ചവെച്ചു. ആ രൂപത തുടങ്ങിയിട്ട് 25 വർഷമായി. പക്ഷേ ഈ വർഗത്തിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. കാരണം ജാതിപരമായ വിഷയങ്ങൾ, വംശീയ വിഷയങ്ങൾ. നമ്മൾ ഒരു വംശത്തിലും പെടാത്തത് കൊണ്ട് അവർ നമ്മളെ അംഗീകരിക്കുകയും
ഈ ഗോമൂസ് എന്ന് പറയുന്ന അടിമവർഗത്തിന് വേണ്ടി നമ്മൾ ഒരു ദേവാലയം 2017 തുടങ്ങി 19 സെൻറ്റനറി വർഷത്തിൽ കൂദാശ ചെയ്തു. ആദ്യമായിട്ട് അവർക്കൊരു ദേവാലയം പണിത് കൊടുക്കാൻ ബഥനിക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. 2018 എത്യോപ്യയിലെ ലാറ്റിൻ വികാരിയേറ്റ് നമ്മുടെ സേവനം കണ്ട് ക്ഷണിച്ചു. അങ്ങനെ നമ്മൾ സിറെ എന്ന സ്ഥലത്ത് ഒരു സൂർദേറ ആരംഭിക്കുകയും അവിടെ ഒരു സ്കൂളും ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. ചുറ്റുമുള്ള 3 ലത്തീൻ പള്ളികളിൽ വികാരിമാരായി നമ്മൾ സേവനം ചെയ്യുന്നു. ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ ഒരു 2000 പേഷ്യൻസാണ് ആ ക്ലിനിക്കിൽ ഒരു ദിവസം വരുന്നത്. അവിടെ ഒരു പ്രത്യേക തരം അസുഖമുണ്ട്, പൊഡോക്കണോസിസ് എന്ന് പറയും. ആ അസുഖത്തിൻ്റെ പ്രത്യേകത മണ്ണിൽ ചവിട്ടിയാൽ കാല് നീര് വെച്ച് 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് കാല് പുഴുത്ത് പൊട്ടി ഒരു മന്ത്രരോഗം പോലെ ഒരിക്കലും സുഖമാകാത്ത അവസ്ഥയാണ്. നമ്മുടെ വൈദികർ തന്നെയാണ് അവരെ നേരിട്ട് ശുശ്രൂഷിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ശുശ്രൂഷയാണത്. അതേപോലെ തന്നെ സിറ എന്ന സ്ഥലത്ത് നമുക്ക് ഒരു നഴ്സറി സ്കൂളും അതിപ്പോൾ കൂടുതൽ സ്റ്റാൻഡേർഡുകളിലേക്ക് ഉള്ള സ്കൂളായിട്ട് മാറ്റാനും പരിശ്രമിക്കുന്നു. 2019 വീണ്ടും അവിടുത്തെ ബിഷപ്പ് ആവശ്യപ്പെട്ടു, വംശീയ പ്രശ്നം വർദ്ധിച്ചതിനാൽ ഒരു പ്രദേശത്തെ 4 കത്തോലിക്ക ദേവാലയങ്ങൾ 1 വർഷമായി അടച്ചു കിടക്കുകയാണ്. 2 വർഗങ്ങളിൽ ആരെയും അവിടെ വികാരിയായിട്ട് വെക്കാൻ പറ്റുകയില്ല. രൂപതാധ്യക്ഷൻ നമ്മളെ സമീപിക്കുകയും നമ്മുടെ 2 വൈദികർ വളരെ വിദൂരമായ സ്ഥലത്ത് പോയി ഈ 4 പള്ളികൾ ഏറ്റെടുക്കുകയും അവിടെ ഒരു സ്കൂൾ തുടങ്ങുകയും ചെയ്തു. അത് വലിയൊരു വിജയമായിട്ടാണ് കാണുന്നത്. പക്ഷേ ആരോഗ്യപരമായി നോക്കിയാലും സാമൂഹ്യപരമായി നോക്കിയാലും ഭക്ഷണപരമായി നോക്കിയാലും വലിയ ത്യാഗങ്ങൾ നമ്മുടെ സമൂഹാംഗങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വലിയ ഒരു യാഥാർത്ഥ്യമാണ്. എന്തിന് കുടിക്കാൻ നല്ല വെള്ളം പോലും ഇല്ല, ലഭിക്കാനില്ല. അവിടുത്തെ ഏറ്റവും വലിയ ക്ഷാമം ജലക്ഷാമമാണ്. ഇതുകൂടാതെ കർഷകരെ, മൃഗസംരക്ഷണം, മദർ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെ അനേകം പദ്ധതികൾ നമ്മുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തി എത്യോപ്യയ്ക്ക് വേണ്ടി നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉച്ചഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം വലിയ സാമൂഹ്യ സേവനം കൂടെയാണ് എത്യോപ്യയിലെ വൈദികർ അവിടെ നിർവഹിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അവിടെ ഒരു ആഭ്യന്തര കലാപം നടക്കുകയുണ്ടായി. ഇപ്പോഴും അതിൻ്റെ അനുരണങ്ങളുണ്ട്. പലരും അവിടെ നിന്ന് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അവിടുത്തെ ഈ ഒരു ശുശ്രൂഷകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ 2-3 പ്രാവശ്യം ജനറൽ ആയതിനു ശേഷം അവിടെ വിസിറ്റ് ചെയ്തു. ഞാൻ അവിടുത്തെ വൈദികർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം, നമ്മളിവിടെ ഒരു സൂട്ട് കേസോടുകൂടെ വസ്ത്രവുമായിട്ട് വന്നു, ഏത് നിമിഷവും ഒരു സൂട്ട് കേസോടുകൂടെ തിരിച്ചു പോകാൻ തക്കവണ്ണം നമ്മൾ തയ്യാറായിരിക്കണം. ഈ ആഭ്യന്തര കലഹം ഉണ്ടായതിനു ശേഷവും ഏറ്റവും അവസാനം ഏറ്റെടുത്ത ആശ്രമത്തിൽ നിന്ന് മറ്റേ ആശ്രമത്തിലേക്ക് ഏകദേശം 400 മൈലുണ്ട്. അവർ യാത്ര ചെയ്ത് വരവേ അവരെ തടഞ്ഞു നിർത്തുകയും തിരിച്ചയക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം രാവിലെ 8 മണിക്കും വൈകിട്ട് 5 മണിക്കും മുമ്പ് യാത്ര ചെയ്തിരിക്കണം, അതിനുശേഷം യാത്ര ചെയ്യാൻ പാടില്ല. അങ്ങനെ വലിയ ഭീതി നാട്ടിലുണ്ട്. നമ്മുടെ അച്ഛന്മാരും അതിൽ ഭാഗഭാക്കാവുന്നു. പക്ഷേ ആ ജനത്തെ ഉപേക്ഷിച്ചിട്ട് പോരാൻ നമ്മുടെ അച്ഛന്മാർക്ക് സന്മനസ്സില്ല. അത് സംഭവിക്കുന്നെങ്കിൽ ജനത്തോടൊത്ത് സംഭവിക്കട്ടെ. എന്തും ഏത് നിമിഷവും സംഭവിക്കാമെന്നുള്ള ഒരു അരക്ഷിതാവസ്ഥ അവിടെ ഉണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഈ ബദനി സന്യാസ സമൂഹത്തിലെ വൈദികരെ കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പല രാജ്യങ്ങളും പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയൊക്കെ ഇതുപോലെ പ്രേക്ഷിത പ്രവർത്തനത്തിന് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ നിങ്ങളോടൊപ്പം എത്യോപ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്? എത്യോപ്യയിലെ ആദ്യത്തെ മിഷണറികളിൽ മുഴുവൻ ബെൽജിയം, ഹോളണ്ട് ഭാഗത്തു നിന്നുള്ള വൈദികരായിരുന്നു. അവിടെ വൊക്കേഷൻ കുറഞ്ഞപ്പോൾ ആ സന്യാസ സമൂഹങ്ങളും എല്ലാം അവരുടെ മിഷനുകൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ച് അവരുടെ നാടിലേക്ക് പ്രായമായപ്പോൾ പോയി. ഇത് ഏറ്റെടുത്ത് നടത്താനുള്ള
ക്രിസ്തീയ മനോഭാവമോ ക്രിസ്തീയ ജീവിത രീതികളോ എത്യോപ്യൻസ് ആർജിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മളെ ക്ഷണിക്കുന്നതും നമ്മളവിടെ പോയി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ച് സമൂഹത്തെ ബലപ്പെടുത്തുന്നതും. ക്രമേണ അവിടുന്ന് കുട്ടികളെ എടുത്ത് പഠിപ്പിച്ച് സന്യസ്ത താല്പര്യമുള്ളവരെ ആ തരത്തിലേക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ ആശ്രമം തീർച്ചയായും പദ്ധതികൾ വിഭാവനം ചെയ്യും. ഇപ്പോൾ തന്നെ നമ്മുടെ പല കുട്ടികളും നമ്മുടെ ബോർഡിങ്ങുകളിൽ അല്ല ഹോസ്റ്റലുകളിൽ താമസിച്ചുകൊണ്ട് നല്ലവണ്ണം പഠിക്കുന്നു. പഠിച്ച് പുറത്തിറങ്ങിയവരൊക്കെ നല്ല യൂണിവേഴ്സിറ്റി തലത്തിൽ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നു. അതിലും എനിക്ക് വലിയ അഭിമാനമുണ്ട്. എത്യോപ്യയിൽ നമ്മൾ സുവിശേഷ പ്രഘോഷണം, വിദ്യാഭ്യാസം, മിഷൻ, അഗ്രികൾച്ചർ, ഹെൽത്ത്, പിന്നെ ബേസിക് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഇതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മുടെ വൈദികർ അവരുടെ ചുറ്റുമുള്ള ഗ്രാമങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയാണ്. അത് മലങ്കര സഭയിലെ പലരും അതിനെ സഹായിക്കുന്നുമുണ്ട്, സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. കാരണം ഇത് കേൾക്കുന്ന ആളുകൾക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ശുശ്രൂഷ അവിടെ ചെയ്യണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു സാമ്പത്തിക ഭദ്രത നമുക്ക് വേണം. അപ്പോൾ ഇതിനുള്ള ഈ സാമ്പത്തികം എവിടെ നിന്നാണ് കണ്ടെത്തുന്നത്? ഇതിനുള്ള സാമ്പത്തികം ഇന്ന് നമ്മൾ പ്രധാനമായും കണ്ടെത്തുന്നത് പല ഏജൻസികൾ വഴി. ആശ്രമത്തിലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വൈദികരുടെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു. പൊതുജനങ്ങളിൽ വളരെ ചുരുക്കം പേര്, അധികമില്ല, വളരെ ചുരുക്കം പേര് ഇതറിഞ്ഞ് സഹായിക്കുന്നു. എന്നെ ശ്രവിക്കുന്നവരോട് പറയാനുള്ളത്, ആർക്കെങ്കിലും എത്യോപ്യൻ മിഷനിൽ പോയി 1-2 വർഷം ജോലി ചെയ്യണോ, അതിനുള്ള സംവിധാനം ബദനിയാശ്രമം ഒരുക്കാം. ആർക്കെങ്കിലും എത്യോപ്യൻ സംവിധാനത്തിൽ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യണോ, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണോ, ഒരുക്കാം. ഒരു രോഗിക്ക് ആവശ്യമുള്ള മരുന്ന് ക്രമീകരിക്കാം. കാല് മുഴുവൻ പഴുത്ത് അളിഞ്ഞ് പൊടിഞ്ഞുപോയ മനുഷ്യന് എല്ല് മാത്രം കാണാം. ഒരു ഷൂസ് കൊടുക്കണമെങ്കിൽ അവനൊരു ഷൂസ് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെയുള്ള വലിയ സാധ്യതകൾ ഉണ്ട്. അത് സഭ എന്നുള്ള നിലയ്ക്ക് മിഷൻ്റെ ഭാഗമായിട്ട് സഭ അതിനെ മുമ്പോട്ട് വരണം. കാരണം മിഷൻ എന്ന് പറയുന്നത് അച്ഛൻ്റെയും കന്യാസ്ത്രീയുടെയും മാത്രം പണിയല്ല, സഭയുടെ പൊതുപണിയാണ്. പൊതുസമൂഹം അതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട. നിനക്കൊരു വർഷം കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ 1% നീ മിഷന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ മതി. അത് ചെയ്യേണ്ടത് സഭയുടെ പൊതു കടമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചെയ്യുന്ന സന്മനസ്സുള്ള ചിലരെങ്കിലും ഉണ്ട്, അധികം പേരില്ല. എത്യോപ്യയിലെ ഈ ഹെൽത്ത് കെയറിനെ കുറിച്ച് അച്ഛൻ സംസാരിച്ചപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ബദനി സന്യാസ സമൂഹം ഈ ആതുര സേവന രംഗത്ത് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ദ സോഷ്യൽ വർക്ക്. ആതുര സേവന രംഗത്ത് ബദനിയാശ്രമം തുടങ്ങിയ കാലം മുതലേ പ്രാധാന്യം കൊടുത്തിരുന്നു. യുവനശ്വരമയുടെ ആദ്യത്തെ എഴുത്തിലെ ഒന്നാമത്തെ തുടങ്ങുന്ന കാര്യം എന്ന് പറയുന്നത് പെരുന്നാട്ടിൽ രോഗികൾക്ക് ചികിത്സിക്കാൻ വേണ്ടി ഒരു ആശുപത്രി തുടങ്ങുക. അതിനുശേഷം ബദനിയാശ്രമത്തിൻ്റെ ഈ മേഖലകളിലെ ശുശ്രൂഷയിൽ വാർദ്ധക്യമെന്ന് വൃദ്ധരായ അവശരായ രോഗികൾ, അവരെ സംരക്ഷിക്കുന്ന ഭവനങ്ങൾ, ക്ഷയം ബാധിച്ച് വീട്ടിൽ തിരിച്ചു പോകാൻ നിവൃത്തിയില്ലാത്ത ക്ഷയരോഗികളെ എടുത്ത് താമസിപ്പിക്കുന്ന പുലേനാർക്കോട്ട റീഹാബിലിറ്റേഷൻ സെൻറ്റർ, ആന്ധ്രയിലെ കരുണാലയം എന്ന് പറയുന്ന കുട്ടികൾക്ക് വേണ്ടി, വിശേഷിച്ച് അപ്പനും അമ്മയും എയ്ഡ്സ് ബാധിച്ച് മരിച്ചുപോയ കുട്ടികളുണ്ട്. അവർ പലരും പോസിറ്റീവുമാണ്. അവരെ സംരക്ഷിക്കാനുള്ള ആശ്രമം. അതേപോലെ എത്യോപ്യയിലെ ഏറ്റവും വലിയ വിഷയം മൽന്യൂട്രീഷനാണ്. നമ്മുടെ വൈദികർ തന്നെ അവരുടെ വാഹനം ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയും അമ്മമാരെയും വില്ലേജുകളിൽ നിന്ന് കളക്ട് ചെയ്ത് അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ചികിത്സിച്ച് തിരിച്ചുവിടും. ഒരു ആതുര സേവന രംഗത്ത് വലിയ ശുശ്രൂഷകൾ ബഥനി കാഴ്ചവെച്ചിട്ടുണ്ട്. 1970കളിൽ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ഒരു ഹെൽത്ത് ക്ലിനിക്ക് ബഥനി നടത്തിയിരുന്നു. ഇനി ഈ ശുശ്രൂഷയുടെ മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ആദ്യമായി ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നത്, പ്രകൃതിയോടൊത്ത് മരുന്ന്
മരുന്നായില്ല, ഭക്ഷണം മരുന്നായി കഴിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജീവിത ശൈലി തന്നെ, അങ്ങനെ ഒരു ആശുപത്രി തന്നെ ആദ്യമായി കേരളത്തിൽ സ്ഥാപിച്ചത് ബഥനി സന്യാസ സമൂഹമാണ്. ഇന്ന് വിദ്യാഭ്യാസപരമായും ആതുര സേവന രംഗത്ത് വ്യക്തികളെ ഒരുക്കുന്ന നേഴ്സിംഗ് കോളേജ് ബഥനിക്കുണ്ട്, ഫിസിയോതെറപ്പി കോളേജ് ബഥനിക്കുണ്ട്. അതുകൊണ്ട് എന്നും ആശ്രമത്തിൻ്റെ പ്രവർത്തന ശൈലികളിൽ ഒന്നായിരുന്നു ആതുര സേവന ശുശ്രൂഷ. സോഷ്യൽ വർക്കിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഭാഗ്യസ്മരണാർഹനായ സിറിൽ മാർ ബസേലിയോസ് തിരുമേനിയാണ്. ഭാരതത്തിലെ തന്നെ സോഷ്യൽ സെക്ടറിൽ ഒരു നൂതനമായ ആശയം കൊണ്ടുവരികയും സോഷ്യൽ വർക്കത്തിൻ്റെ മുഖം തന്നെ മാറ്റുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ബത്തേരി ബിഷപ്പായിരിക്കുന്ന സമയത്താണ് അവിടെ ശ്രേയസ് ഏറ്റവും ശക്തമായി പടർന്ന് പന്തലിച്ചത്. അതൊരു മോഡലായിട്ട് സത്യം പറഞ്ഞാൽ ഭാരത കത്തോലിക്ക സഭയും പിന്നീട് ഗവൺമെൻറ് പോലും അത് ഏറ്റെടുക്കുകയുണ്ടായി. ഈ ഒരു ദർശനം ബഥനി സന്യാസ സമൂഹത്തിന് ഈ സോഷ്യൽ വർക്കിൻ്റെ ഫീൽഡിൽ സഹായകമായിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിന് ആ ഒരു ദർശനം ലഭിച്ചതുപോലും ബഥനി തുടങ്ങിയ സമയം മുതലുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് പോലും അത് ലഭിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം. മുണ്ടമ്മലയിൽ ആശ്രമത്തോടൊപ്പം അനാഥശാലയും സമൂഹത്തെ ബലപ്പെടുത്തുന്ന ശുശ്രൂഷ, ആശ്രമത്തിൽ എല്ലാ കാലത്തും ഏതു സമയത്തും ഇങ്ങനെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് ചില വ്യക്തികൾ മുമ്പോട്ട് വരികയും അവരുടെ ശുശ്രൂഷയെ ആശ്രമം ബഹുമാനിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ശ്രീപിതാവ് എന്ന് പറയുന്ന ആ മഹാ വ്യക്തി രൂപം കൊടുത്ത അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത രൂപതയിൽ ഇങ്ങനൊരു സംവിധാനം കേരളത്തിലെ സഭയ്ക്കും ഗവൺമെൻറ്റിന് പോലും മാതൃകയായത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പ്രചോദനം മാർ ഇവാനിയോസ് തിരുമേനിക്ക് സമൂഹത്തോടുള്ള പ്രതിബദ്ധത, ബഥനി സമൂഹത്തിന് അതുണ്ട്, അദ്ദേഹത്തിനും അതുണ്ട്. അതിൽ കൂടാതെ ബഥനിയുടെ വളരെ വിശിഷ്ടരായ വൈദികർ, ബഹുമാനപ്പെട്ട ഗബ്രിയേൽ അച്ഛൻ ചെയ്ത വലിയ സേവനം അത് ഒരു കാരണവശാലും മറന്നു കളയാൻ പറ്റുന്ന ഒന്നല്ല. ബഹുമാനപ്പെട്ട ഗബ്രിയേൽ അച്ഛൻ ചെയ്ത ശുശ്രൂഷ ഒരിക്കലും മറക്കാവതല്ല. ഭൂതത്താൻകെട്ടിൽ നിന്ന് ലോഡ് കണക്കിന് ഈറ്റ മേടിച്ച് നെടുമങ്ങാട് പ്രദേശത്തുള്ള ഗ്രാമങ്ങളിൽ കൊടുത്ത് അവരെ കൊണ്ട് കുട്ട നെയ്ച്ച് ആ കുട്ട കളക്ട് ചെയ്ത് കൊല്ലത്ത് കൊണ്ടുപോയി മീൻ കച്ചവടക്കാർക്ക് വിറ്റ് തിരിച്ചു വരുന്ന ലോറിയിൽ തെമ്മലപ്പോയി കപ്പ മേടിച്ച് നെടുമങ്ങാട് കൊണ്ട് കൊടുക്കുന്ന സാമൂഹ്യ ശുശ്രൂഷ. ഈ ഗബ്രിയേൽ അച്ഛൻ ആരാ ശരിക്കും? ഗബ്രിയേൽ അച്ഛൻ ആദ്യകാലത്തെ തിരുവല്ല പ്രദേശത്ത് പുനരയിക്കപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള വളരെ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ആയിരുന്നു ഗബ്രിയേൽ അച്ഛൻ. പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചെയ്ത പ്രവർത്തനങ്ങൾ ആശരണരെ സംരക്ഷിക്കുക, മാനസിക രോഗികളെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസമില്ലാത്തവരെ സഹായിക്കുക, അങ്ങനെ വലിയ വീക്ഷണമുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ആ ഒരു സോഷ്യൽ സർവീസ് സിസ്റ്റം മൂലം കുറഞ്ഞത് 1000-ൽ കൂടുതൽ കുടുംബങ്ങൾ ഒരേ സമയം അവരുടെ ജീവസന്ധാരണത്തിനുള്ള മാർഗം കണ്ടുപിടിച്ചു. പപ്പടം ഉണ്ടാക്കുന്നതായിരിക്കാം, സാമ്പ്രാണി ഉണ്ടാക്കുന്നതായിരിക്കാം, കയ്യിൽ കിട്ടുന്ന ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതായിരിക്കാം, സ്വയം തൊഴിൽ പദ്ധതികൾ, സ്റ്റോൺ കൃഷിങ്, മെറ്റൽ കൃഷിങ് ആയിരിക്കാം. ആ ഒരു നെടുമങ്ങാട് പ്രദേശം മുഴുവനുള്ള ഗ്രാമങ്ങളിൽ എത്തിച്ച് അവിടുന്ന് കളക്ട് ചെയ്ത് അവരെ ബലപ്പെടുത്തുന്ന ഒരു പദ്ധതി അദ്ദേഹത്തിന് ആയിരുന്നു. അതേപോലെ തന്നെ നെടുമങ്ങാട് പ്രദേശത്ത് ഫിലിപ്പ് നീലച്ചനും ഇങ്ങനെയുള്ള ഒത്തിരി വീടുകൾ പണിത് കൊടുക്കുക, ആനിമൽ ഹസ്ബൻഡ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നു. കർണാടകയിലും ബഹുമാനപ്പെട്ട സക്രിയാസ് അച്ഛൻ ഇത്തരത്തിലുള്ള ബഥനി സമൂഹത്തിലെ നല്ലൊരു ശതമാനം വൈദികരും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നു. എത്യോപ്യയിലും അത് വളരെ ശക്തമാണ്. കാരണം അവിടെ നമ്മൾ കൊടുക്കുന്നത് എല്ലാ വീടുകൾക്കും ഓരോ കഴുത. കാരണം കഴുതയാണ് പറമ്പിൽ പണം എടുക്കുന്നത്, കഴുതയെ കൊണ്ടാണ് ചന്തയ്ക്ക് പോകുന്നത്. കാരണം റോഡുകളില്ല, ഉള്ള വാഹനം കഴുതയാണ്. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ബഥനി ആശ്രമം എന്നും നേതൃത്വം കൊടുത്തു. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സിറിൽപിതാവ് ഒരു രൂപത പശ്ചാത്തലത്തിൽ അതിനെ അവതരിപ്പിച്ച് അത് വലിയൊരു മാതൃകയായി ഭവിക്കുകയും ചെയ്തു. ഈ എത്യോപ്യയിലെ സ്റ്റുഡൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ പറയുണ്ടായി, അവിടെ നിന്ന് കുട്ടികളെ എടുത്ത് അവരെ പഠിപ്പിച്ച് മെയിൻ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്.
അപ്പോൾ ഈ വൈദിക പരിശീലന രംഗത്ത് ബദനി സന്യാസ സമൂഹം ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് പൂന സെമിനാരി എനിക്കറിയാം, ഞാൻ പൂനാരാണ് പഠിച്ചത്, എനിക്ക് നല്ല ബന്ധമുണ്ട് അവിടെയായിട്ട്. അപ്പോൾ ഈ ഗബ്രിയേൽ അച്ഛൻ്റെ ഈ വലിയ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ബദനി സന്യാസ സമൂഹത്തിന് സോഷ്യൽ സെക്ടറിലുള്ള ഈ ഒരു കാഴ്ചപ്പാട് ഈ സെമിനാരി ഫോർമേഷനിൽ ശരിക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബഥനിയിലെ പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം 2 പ്രൊവിൻസുകളിലാണ് പ്രാഥമിക പരിശീലനം. നൊവീഷ്യേറ്റ് ഒന്നിച്ചാണ്. അതിനുശേഷം ഫിലോസഫി പൂനായിലാണ്, തിയോളജി പൂനായിലാണ്. ഇതിനിടയ്ക്ക് കിട്ടുന്ന സമയങ്ങളിൽ ഫിലോസഫി സമയത്ത് പലപ്പോഴും വ്യക്തികൾക്ക് അവസരങ്ങൾ കൊടുക്കും. അവർക്കിഷ്ടമുള്ള വിഷയങ്ങൾ പഠിക്കാൻ ചില ബാച്ചുകൾക്ക് സാഹചര്യങ്ങൾ കൊടുക്കും. അങ്ങനെയുള്ളവർ മെഡിസിൻ പഠിച്ചവരുണ്ട്, ലോ പഠിച്ചവരുണ്ട്, അക്കൗണ്ടിങ് പഠിച്ചവരുണ്ട്, സോഷ്യൽ വർക്ക് പഠിച്ചവരുണ്ട്. അത് ആ വ്യക്തിയുടെ ചോയ്സാണ്. വ്യക്തിയോട് സമൂഹം പ്രപ്പോസ് ചെയ്യും. കാരണം വ്യത്യസ്ത മേഖലകളിലെ സമൂഹത്തിന് ശുശ്രൂഷയ്ക്ക് അതനുസരിച്ച് അവർക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് അവർക്ക് പോയി പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി ഇതില്ലാത്തവർക്ക് റീജൻസി സമയത്ത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ശുശ്രൂഷ ചെയ്യാനുള്ള സാഹചര്യങ്ങളുമുണ്ട്. ഈ 2 സാഹചര്യങ്ങൾ കൊണ്ടും ഈ ഒരു ഫോർമേഷൻ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൽ വന്നു പോകും. അതേപോലെ തന്നെ ഫോർമേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിഷനിലേക്കുള്ള വലിയൊരു ഫോർമേഷൻ ബഥനിയിൽ നടന്നു. മലങ്കര കത്തോലിക്ക സഭയ്ക്ക് 2 രൂപതകൾ ഉണ്ടാകുന്നത് 2015 മെയ് മാസത്തോടു കൂടെയാണ് കേരളത്തിന് പുറത്ത്. 2012 ജൂണോടുകൂടെ ബഥനിയിലെ ഏകദേശം 20 ഷമ്മാശന്മാർ ബാംഗ്ലൂർ, സത്ന, ഡൽഹി, ഋഷികേശ്, പഞ്ചാബ് എന്നീ സെമിനാരികളിൽ പോയി താമസിച്ച് മിഷൻ പ്രദേശത്തുള്ള ഭാഷ, ഭക്ഷണം ഇവയോടൊക്കെ പരിചയപ്പെട്ടു. 2015 2 രൂപതകൾ വന്നപ്പോഴത്തേക്ക് ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ തക്കവണ്ണം സന്നദ്ധമായ നവവൈദികരുടെ ഒരു ഗണം ബഥനിക്കുണ്ടായി എന്നുള്ളത് ദൈവം പരിശുദ്ധാത്മാവ് നമ്മളെ മുമ്പേ നടത്തി ക്രമീകരിച്ചു. അതുകൊണ്ട് ബഥനിയുടെ പരിശീലനത്തിൽ എപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ശക്തമാണ്. താനും പരിശീലനത്തിൽ അത് ശക്തമായ ഒരു കാര്യമായി ഇന്ന് നിലനിൽക്കും. ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്, ഈ പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം സെമിനാരികളിലെല്ലാം ബദനി സന്യാസ സമൂഹം സെമിനാരിക്കാരെ വിട്ട് എക്യുപ്ഡ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ടീമുണ്ട്, അത് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്തു എന്നിപ്പോൾ തെളിഞ്ഞു. നമുക്ക് മലങ്കര മേജർ സെമിനാരി ഉണ്ട് തിരുവനന്തപുരത്ത്. ആ സെമിനാരിയുമായിട്ടുള്ള ബദനി കോൺഗ്രിഗേഷൻ്റെ സെമിനാരിക്കാരുടെ ഒരു ബന്ധം എപ്രകാരമാണ്? വളരെ വലിയ ഒരു ചോദ്യമാണത്. കാരണം മലങ്കര സഭയിൽ ശുശ്രൂഷിക്കാൻ പോയിരുന്ന വൈദികരോടൊത്ത് ഒന്നു ചേർന്ന് ഇവർക്ക് ഒരു പരിശീലനത്തിന് സാധ്യത ഇല്ലല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു പരിമിതിയുണ്ട്, അതൊരു പോരായ്മയാണ്. എന്നാൽ ബദനി സമൂഹം അതിൻ്റെ വൈദികരെ കാണുന്നത് കുറച്ചുകൂടെ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളവർ, ഇന്ത്യയിൽ എവിടെയും പോയി പ്രവർത്തിക്കാൻ സാധ്യതയുള്ളവർ, ആഗോള സഭയുടെ ശുശ്രൂഷയ്ക്ക് ആവശ്യമായി വന്നാൽ പോകാൻ സാധ്യതയുള്ളവർ, ആ ഒരു പരിശീലനമാണ് ബഥനിയിൽ കൊടുക്കാൻ ശ്രമിക്കുന്നത്. 1954 മുതൽ ബഥനിക്ക് തൻ്റേതായ ഒരു സ്കോളാസ്റ്റിക്കേറ്റ് ഉണ്ട്. ബഥനിക്ക് അതിൻ്റേതായ ഒരു തിയോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, BVP പൂനെ. ഈ സംവിധാനമെല്ലാം മലങ്കര സഭയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആഗോള സഭയുടെയിലേക്കും ഇന്ത്യൻ സഭാതലത്തിലേക്കും വളർത്താൻ ബഥനിയിലെ ഷമ്മാശന്മാരെ ശക്തമാക്കുന്നു എന്നുള്ളതിന് ഒരു സംശയവുമില്ല. പിന്നെ ഇതിലെ പരിമിതി എന്ന് പറയുന്നത് മലങ്കര സഭയിലെ വൈദികരുമായി ഒന്നിച്ച് ഇഴകിച്ചേരാനുള്ള ഒരു സെമിനാരി പരിശീലന കാലം ഇല്ല എന്നുള്ളത് ഒരു പരിമിതിയാണ്. അതിനും പരിഹാരമായി നമ്മളിന്ന് കാണുന്നത് വൈദികരാകുന്നതിന് മുമ്പ് കത്തോലിക്കേറ്റിൻ്റെ നേതൃത്വം നടക്കുന്ന ഷമ്മാശന്മാർക്കുള്ള പരിശീലനത്തിൽ ഇൻറ്റൻസീവ് കോഴ്സിൽ നമ്മുടെ ഷമ്മാശന്മാരെ വിടുകയും അങ്ങനെ മിങ്കിൾ ചെയ്യാനുള്ളൊരു സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ളത്. ഈ മലങ്കര സെമിനാരി നല്ല കാര്യം, നമുക്ക് നമ്മുടേതായ തിയോളജി ഉണ്ടാകണം, കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. പക്ഷേ
പുറത്തേക്കുള്ള വളർച്ചയിൽ ബഥനിയെ സംബന്ധിച്ചിടത്തോളം പൂന ആശ്രമം മാറ്റിവെക്കാവുന്ന ഒരു യാഥാർത്ഥ്യമല്ല. ആതുര സേവന രംഗത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറഞ്ഞു, വൈദിക പരിശീലനത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വിദ്യാഭ്യാസ രംഗത്ത് പൊതുവല്ല ബഥനി സന്യാസ സമൂഹം പ്രത്യേകമായി എടുക്കുന്ന ചില നിലപാടുകൾ, അതിൻ്റെ ഒരു നിജസ്ഥിതി ഒന്ന് വെളിവാക്കാം. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാത്തിലും പറഞ്ഞതുപോലെ മുണ്ടമ്മലയിൽ ആദ്യം തുടങ്ങിയത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൂടിയാണ് തുടങ്ങിയത്, പരിശീലനം. ബഥനി അതിന്നും തുടരുന്നുണ്ട്. ഇന്ന് ബഥനിക്ക് ഇന്ത്യയിലും എത്യോപ്യയിലുമായിട്ട് 9 കോളേജുകൾ, 24 സ്കൂളുകൾ, 4 ടെക്നിക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇതുകൂടാതെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന മറ്റൊത്തിരി സംവിധാനങ്ങൾ, ഇത്രയും സംവിധാനങ്ങൾ ബഥനിക്കുണ്ട്. അതേപോലെ തന്നെ വൈദിക പരിശീലനത്തിൽ മറ്റേത് സമൂഹത്തെക്കാൾ കൂടുതൽ ബഥനിക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. പ്രത്യേകിച്ച് മലങ്കര സഭയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും വിദേശത്തുമായി 16 സെമിനാറുകളിൽ ബഥനിയിലെ വൈദികർ അഭ്യസനം നടത്തിയിട്ടുണ്ട്, നടത്തുന്നു. അതുകൊണ്ട് വൈദിക പരിശീലനത്തിലും സെക്കുലർ പരിശീലനത്തിലും എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിൽ ബഥനി വൈദികർ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ 25,000 കുട്ടികളും 2,500 സ്റ്റാഫുമുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ബഥനി സമൂഹത്തിന് ഇന്നുള്ളത്. ഇത് വലിയ റേഞ്ച് വ്യത്യാസത്തിലുള്ളതാണ്. കാരണം ഗ്രാമങ്ങളിലെ സ്കൂള്, പട്ടണങ്ങളിലെ സ്കൂള്, കോളേജ് തന്നെ വ്യത്യസ്തമായ നേച്ചർ. B.Ed കോളേജ്, ഫിസിയോതെറപ്പി കോളേജ്, സെക്കുലർ കോളേജ്, നഴ്സിംഗ് കോളേജ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലാണ് ബഥനി അതിൻ്റെ വിദ്യാഭ്യാസ ശുശ്രൂഷ ചെയ്തത്. ഇതിൽ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ ഇപ്പോഴും. അപ്പോൾ ഈ ഫീസ് കൊടുത്ത് പഠിക്കാനും നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ സ്കൂളുകൾ, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെയുള്ളൊക്കെ സംരംഭങ്ങളിൽ അവരെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും പ്രത്യേക പദ്ധതികളൊക്കെ നിങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? നിർധനരായ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും 5 മുതൽ 10%, ഏത് സ്ഥാപനത്തിലായാലും 5 മുതൽ 10% കുട്ടികൾക്ക് ഈതർ ഫുൾ കൺസെഷൻ ഓർ പാർഷ്യൽ കൺസെഷൻ കൊടുക്കും. രണ്ടാമത്, മലങ്കരക്കാർ സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിലുള്ളവർ, ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ആ പേര് ഉപയോഗിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വീണ്ടും ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രിഫറൻസ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും കൊടുത്തിരിക്കണമെന്നാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ചാരിറ്റി ഫയൽ ഉണ്ടായിരിക്കണം. ഇവിടെ വരുന്ന വരുമാനത്തിൻ്റെ 5 മുതൽ 10% ചാരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതായി രേഖാമൂലം കൊടുക്കുകയും രേഖപ്പെടുത്തുകയും വേണം. സുപ്പീരിയർ ജനറലോ പ്രൊവിൻഷ്യൽ സുപ്പീരിയറോ ഈ സ്ഥാപനം സന്ദർശിക്കുമ്പോൾ ഈ ചാരിറ്റി ഫയൽ ഒപ്പിട്ട് തീർച്ചപ്പെടുത്തണം ഇത്രയും ശുശ്രൂഷകൾ ഇവിടെ നടന്നു എന്നുള്ളത്. ഇതിനു പുറമെ നിർധനരായ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സ്പോൺസർ പ്രോഗ്രാം സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലും വിദേശത്തും പ്രത്യേകിച്ച് എത്യോപ്യയിലും ചെയ്യുന്നുണ്ട്. ഈ ഗബ്രിയേലച്ചൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഇതാണ്. വലിയ ഒരു സോഷ്യൽ ഡയമെൻഷനുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ഇൻഫ്ലുവൻസ് ബഥനി സന്യാസ സമൂഹത്തിന് ഒത്തിരി ഗുണം ചെയ്തിട്ടുമുണ്ട്. വലിയൊരു തുറവി അതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇപ്രകാരമുള്ള ഒരു ഓപ്പൺനെസ്സിൽ നിന്ന് ഇന്നത്തെ അവസ്ഥയിൽ ബഥനി സന്യാസ സമൂഹം പിന്നോട്ട് പോയിട്ടുണ്ടോ, അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നോ? എന്താണ് അച്ഛൻ്റെ അഭിപ്രായം? ഗബ്രിയേലച്ചൻ ചെയ്തതുപോലെ ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് കേരള സമൂഹത്തിൽ ഇല്ല. പക്ഷേ കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിലുണ്ട്. അവിടെ നമ്മുടെ വൈദികർ ഗബ്രിയേലച്ചൻ ചെയ്ത അതേ വർക്ക് വേറെ തരത്തിൽ നിർവഹിക്കുന്നു. എത്യോപ്യയിൽ അതിനുള്ള സാഹചര്യമുണ്ട്. നമ്മുടെ വൈദികർ ആ കാര്യത്തിൽ നിർവഹിക്കുന്നു. അത് സമൂഹത്തിലെ വ്യക്തികൾ വ്യക്തിപരമായി ഏറ്റെടുക്കുന്ന ഒരു ശുശ്രൂഷയായിട്ടും സമൂഹം അതിനെ അംഗീകരിച്ച് അവരെ ബലപ്പെടുത്തി വിടും. ഇപ്പോൾ എത്യോപ്യയിലുള്ള പൊഡോക്കണോസിസ് എന്ന് പറയുന്ന രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യം അവിടെ മിഷന് പോയപ്പം ചിന്തയിലില്ല. ഒരച്ഛൻ അവിടെ ചെന്ന് അവരോട് അനുകമ്പ തോന്നി, അച്ഛനത് തുടങ്ങി. ഇപ്പോൾ അത് ദിവസം 2000 പേഷ്യൻസ് വരുന്ന ക്ലിനിക്കായി മാറിയും എല്ലാം അങ്ങനെയുള്ള ഇൻസ്പിറേഷൻസ്. അതിൽ ഇൻസ്പയർ ചെയ്യുന്ന ഒത്തിരി മനുഷ്യരുണ്ട്.
ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകതയും അതാണ്. എല്ലാവരും പുട്ട് തള്ളുന്നത് പോലെ ഒരേ കുഴലിൽ കൂടെ ഇറങ്ങി വരണമെന്നുള്ളവരല്ല. അങ്ങനെ ആകരുത്. ഈ ഡൈവേഴ്സിറ്റി എൻജോയ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ബദനി ആശ്രമം. സോഷ്യൽ വർക്കിലായാലും ഏത് മേഖലയായാലും അതിനുള്ള ഉൾസ്വാതന്ത്ര്യം എല്ലാ വ്യക്തികൾക്കും ബദനി ആശ്രമത്തിലുണ്ട്. 100 വർഷം പൂർത്തിയാക്കിയ ഈ ഒരു സമൂഹം നിശ്ചയമായും വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നാണ് ദൈവകൃപയിലൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള പാതയിൽ വെല്ലുവിളികളായിട്ട് കാണുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എടുത്ത് പറയാം. മുന്നോട്ടുള്ള പാതകളെക്കുറിച്ച് നമുക്ക് ആകുലതയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയല്ലേ, നമ്മളാരും ഉണ്ടാക്കുന്നതല്ലല്ലോ. യുവനസിലും എനിക്ക് വലിയ സംഘർഷം സഭയ്ക്കകത്തു നിന്നുണ്ടായപ്പോഴേ കല്ലേക്കാട്ടിൽ അച്ഛൻ യുവാനസ് തിരുമേനിയോട് പറഞ്ഞു, യുവാനസ് തിരുമേനി, ബഥനി ദൈവം സ്ഥാപിച്ചതാണ്, അതിന് ദൈവം നിലനിർത്തും. എനിക്ക് ഈ ഒറ്റ കാര്യത്തിൽ എനിക്കതിൽ യാതൊരു ആകുലതയില്ല. ബഥനി സമൂഹം 50 വർഷം കഴിയുമ്പോൾ എത്ര പേര് കാണുമെന്നുള്ളതല്ല, ഒരു വ്യക്തി മതി. എത്ര പേര് കാണുന്നുള്ളതല്ല. ഇനി വെല്ലുവിളികളോ ആകുന്നത് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒന്ന് വൊക്കേഷൻ ക്രൈസിസ്. യൂറോപ്പിലൊക്കെ ഇപ്പോൾ സംഭവിക്കുന്നത് പോലെ അത് രൂപതകൾക്കൊക്കെ അല്പം കൂടെ കിട്ടുന്നുണ്ട്, എന്നാലും അവിടെ ബുദ്ധിമുട്ടാണ്. സമൂഹങ്ങൾക്ക് അതിൽ വളരെ കുറവാണ് കിട്ടുന്നത്. അതൊരു സാമൂഹ്യ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ നാം ഇതിന് മുന്നിൽ കണ്ട് നമ്മുടെ ശുശ്രൂഷയെ നമ്മൾ അതനുസരിച്ച് ക്രമീകരിക്കേണ്ടി ഇരിക്കുന്നു. ഇപ്പം കൊളാബറേഷൻ വിത്ത് ലേ പീപ്പിൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? നമ്മുടെ ശുശ്രൂഷകളിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി നമ്മുടെ ഈ സ്പിരിറ്റ് അവർക്ക് പകർന്നു കൊടുത്ത് നമ്മുടെ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റത്തില്ലേ? ഒരുപക്ഷെ ഒരു സ്കൂളിൽ ഒരച്ഛൻ മതി, ഒരു സ്ഥാപനത്തിൽ ഒരച്ഛൻ മതി, ഒരു ധ്യാനകേന്ദ്രത്തിൽ ഒരച്ഛൻ മതി. ഈ നമുക്ക് ഒരു യുവാനിസ് പിതാവേ ഉള്ളൂ. അതിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ ബാക്കി സമൂഹങ്ങളെല്ലാവരും. അതുകൊണ്ട് വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഉണ്ട്, പേഴ്സണൽ വ്യക്തികളിലുണ്ട്. ഇനിയും ജീവിതക്രമത്തിൽ വന്നിട്ടുള്ള സന്യാസിയിൽ നിന്നുള്ള വ്യതിയാനങ്ങളിൽ വെല്ലുവിളിയുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ജീവിതത്തിനോടും സ്പിരിറ്റിനോടും എത്രമാത്രം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നവരുടെ സംഖ്യ എത്ര ഉണ്ടെന്നൊക്കെ ഉള്ളത് ഓരോരുത്തരും വിശകലനം ചെയ്ത് പറയേണ്ടതാണ്. നമ്മളാരും അത് ജഡ്ജ് ചെയ്യാൻ നമ്മളാരും അല്ല. പക്ഷേ എന്നാലും ചില സൂചനകളൊക്കെ കാണുമ്പോൾ ഇതാണോ സന്യാസം, ഇതാണോ ബഥനിയിലെ ജീവിതമെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചിന്തിച്ചു പോകും. ആധുനിക ലോകത്തിൻ്റെ ഇൻഫ്ലുവൻസ് അതിപ്പോഴല്ല, അതെല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. മരുഭൂമിയിലെ അന്തോണിയോസിനോട് ശിഷ്യൻ ചോദിക്കുന്നത് എന്താ സന്യാസം? അദ്ദേഹം പറയുന്നുണ്ട്, ശിഷ്യൻ അന്തോണിയോസ് പറയുന്നുണ്ട്, സന്യാസം കഷ്ടപ്പാടാണ്. ഈ കഷ്ടപ്പാട് ഏറ്റെടുക്കാൻ ധൈര്യമുള്ള, അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട് ഏറ്റെടുക്കാനുള്ള സമർപ്പണ ബുദ്ധിയുള്ള അംഗങ്ങളുടെ നമ്പർ പൗരോഹിത്യത്തിലായാലും സന്യാസത്തിലായാലും കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ നമ്മുടെ ഭീഷണി, അല്ലാതെ മറ്റ് ഒരു ഭീഷണിയൊന്നും ഞാൻ കാണുന്നില്ല. ഈ വള്ളം കിഴിഞ്ഞു പോകുന്നത് ഭീഷണിയാണ്. നാം സഞ്ചരിക്കുന്ന വള്ളത്തിൽ ഓട്ട വീണാൽ അത് ഭീഷണിയാണ്. അത് ഒരു സുപ്പീരിയറോ കുറേ പേര് നോക്കിയതെന്നല്ല, സമൂഹം ഒന്നിച്ച് കളക്റ്റീവായിട്ട് ചിന്തിച്ച് ക്രമീകരിക്കേണ്ട വിഷയങ്ങൾ. അതുകൊണ്ട് ആകുലത എന്ന് പറയുന്നൊരു വിഷയം ഈ കാര്യത്തിലില്ല. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഈ സഭയിൽ ഈ ബദനി സന്യാസ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക പങ്കുണ്ട്. മറ്റു പലരുണ്ട് എങ്കിൽ പോലും ഒരു പ്രത്യേക പങ്കുണ്ട്. ഈ പങ്കിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയും ബദനി സന്യാസ സമൂഹവും സന്യാസികളുടെ സമൂഹമാണെങ്കിലും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊന്നാണ് എന്നൊന്ന് സ്ഥാപിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ആശ്രമത്തിൽ എഴുതപ്പെട്ട ഒരു മോട്ടോ പോലും അതാണ്, മലങ്കരയുടെ ബഥനിയും ബഥനിയുടെ മലങ്കരയും. അമ്മയുടെ കുഞ്ഞാണോ കുഞ്ഞിൻ്റെ അമ്മയാണോ എന്നുള്ളത് ചോദ്യമല്ല. ദെർ ഈസ് എ റിലേഷൻ. സമയാസമയങ്ങളിൽ പരിപോഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ചില സമയങ്ങളിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമല്ലല്ലോ. വി ആർ ഫൈറ്റിംഗ് ഫോർ എ കോമൺ കോസ്. അതുകൊണ്ട് മലങ്കര സഭയിലെ പിതാക്കന്മാരെ ബഥനിയെ സംരക്ഷിക്കുന്നതിലും വളർത്തുന്നതിലും തീർച്ചയായിട്ടും എല്ലാ കാലത്തും എല്ലാ സമയത്തും വലിയ സെൻറ്റിനറി ആഘോഷിച്ചപ്പോൾ തന്നെ എല്ലാ പിതാക്കന്മാരും ബഥനിയുടെ സെൻറ്റിനറി വിളിച്ചാഘോഷിക്കും. അതുകൊണ്ട് രണ്ടെന്ന് പറയുന്ന ഒരു ചിത്രം
അതും പുനരൈക്യവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ വെച്ചു. അല്ലേ, രണ്ടെന്ന് പറയുന്ന ഒരു ചിത്രത്തിന് ആ ഒരു ചോദ്യത്തിന് പോലും സാങ്കത്യമില്ല. ബഥനി സമൂഹത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മലങ്കര കത്തോലിക്ക സഭയാണ്. മലങ്കര സഭയ്ക്ക്, കത്തോലിക്ക സഭയുടെ പിള്ളത്തൊട്ടിൽ എന്ന് പറയുന്നത് ബഥനി സമൂഹമാണ്. അതുകൊണ്ട് ആ ഒരു ദ്വന്ദ്വ ചിന്താഗതിയെ നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിമതം. ഇനി അവസാനമായിട്ട് സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് അവസാനമായിട്ട് ഒരു ചോദ്യം. ഇപ്പോഴത്തെ സഭയുടെ സുപ്പീരിയർ ജനറൽ എന്ന രീതിയിൽ, എത്ര നാളഞ്ഞുണ്ടെന്ന് എനിക്കറിയില്ല, എന്ന രീതിയിൽ ഈ നമ്മുടെ ഈ സഭയ്ക്ക് മുന്നോട്ട് ചില സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടാവുമല്ലോ. അച്ഛൻ്റെ മനസ്സിൽ നിശ്ചയമായിട്ടും ഒരു വലിയ ചിന്ത ഉണ്ടാകും. അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവും. ബഥനി സന്യാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും സ്വപ്നം കാണുന്നവരും സ്വപ്നം യാഥാർത്ഥ്യമാക്കിയവരുമാണ്, അതിന് സംശയമൊന്നുമില്ല. ആദ്യം സ്വപ്നം കണ്ടത് ഇവാനിയോസ് തിരുമേനിയാണ്. അത് യാഥാർത്ഥ്യമാക്കാൻ വലിയ വില കൊടുത്തു. സമയാസമയങ്ങളിലുള്ള സുപ്പീരിയർമാരിങ്ങനെ സ്വപ്നം കണ്ടവരാണ്. ഞാൻ ചരിത്രം എഴുതുമ്പോൾ 1967 ചരിത്രം നോക്കുമ്പോൾ ബഥനി സമൂഹത്തിൽ അന്ന് മുഴുവനുള്ളത് 40 താഴെ അച്ഛന്മാരേ ഉള്ളൂ. അതിൽ 8 പേരെ വിദേശത്ത് വിട്ട് അന്നത്തെ ഭരണ സംവിധാനം പഠിപ്പിച്ച് ബലപ്പെടുത്തി. ബഥനി സമൂഹമില്ല. ഇന്ന് ബഥനി സമൂഹം എടുത്താൽ 212 അംഗങ്ങളുള്ളതിൽ 17% പേർക്ക് ഒരു PhD ഉള്ളവരാണ്. 34% പേർക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി, സെക്കുലർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവരാണ്. ബാക്കിയുള്ളവർക്ക് ഒരു ഗ്രാജുവേഷൻ, പിന്നെ ഫിലോസഫി, തിയോളജി സ്റ്റഡി. സമ്പത്ത് കൊണ്ട്, ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് ബഥനി ശക്തമാണ്, വിദ്യാഭ്യാസം കൊണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു കൊച്ചു സമൂഹത്തിന് ഇന്ത്യക്ക് പുറത്തും, എത്യോപ്യയിലെ വൈദിക പരിശീലനത്തിൽ പോലും നമ്മുടെ 3 വൈദികർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് ബഥനി ശരിക്കും, വ്യക്തികളെ കൊണ്ട് ബഥനി ഹ്യൂമൻ റിസോഴ്സ് സമ്പന്നമാണ്. സാമ്പത്തികമായും നമ്മുടെ പ്രസ്ഥാനങ്ങളോ അച്ഛന്മാർ ജോലിയോ തീർച്ചയായും. എനിക്ക് ബഥനിയെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടാണ് ഉള്ളത്. കാരണം മലങ്കര സഭയെ ഒന്നിച്ചു നിർത്താൻ കഴിയാനുള്ള ഒരേ ഒരു എലമെൻ്റ് ബഥനി പ്രസ്ഥാനമാണ്. ഇപ്പോൾ അച്ഛനോട് ചോദിക്കാൻ അച്ഛൻ ഏത് രൂപതക്കാരനാണെന്ന്, അറിയാതെയോ നമ്മളുകളിലൊക്കെ ഈ പ്രാദേശിക സ്വഭാവം, ഇത് എന്നുള്ള ഒരു ഡിവിഷനൊക്കെ കയറി വരുമ്പോൾ നമുക്ക് വരാനുള്ള ഒരു കോമൺ ഗ്രൗണ്ട് അല്ലേ ബഥനിക്ക് എന്തോ അങ്ങനെ വ്യത്യാസം? ബഥനി 2 പ്രോവിൻസുകളായി അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ചെയ്യുന്നു, പക്ഷെ ഒരു കോൺഗ്രിഗേഷനാണ്. അതുകൊണ്ട് മലങ്കരയെ യൂണിഫൈ ചെയ്യുന്ന, മലങ്കരയെ ശക്തിപ്പെടുത്തും. ബഥനി നിന്നും അതായിരിക്കും. ബഥനി ആശ്രമത്തിൻ്റെ ഉത്ഭവം എന്താണ്? മലങ്കരയെ ശക്തിപ്പെടുത്തും, മലങ്കരയുടെ നവീകരണമാണ്. എന്ന് പറഞ്ഞതുപോലെ മലങ്കര സഭയിൽ ഏതാവശ്യത്തിനും തങ്ങളെ തന്നെ അവൈലബിൾ ആക്കാൻ ബഥനിക്ക് ബാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനത്തെ ചോദ്യത്തിൽ ഒരല്പം കൂടെ മുന്നോട്ട് പോവുകയാണ്, കാരണം ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ്. തീർച്ചയായും ഈ മലങ്കര സഭയെ നവീകരിക്കുക എന്ന് പറയുമ്പോൾ അച്ഛൻ ഏത് അർത്ഥത്തിലാണ് ഈ ഒരു ടേം ഉപയോഗിക്കുന്നത്? മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്നാണോ, മലങ്കര സഭ ആസച്ച് ഏതർത്ഥത്തിലാണ്? ബഥനിയാശ്രമം സ്ഥാപിച്ചത് മലങ്കര സഭയുടെ നവീകരണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും വേണ്ടിയാണ്. ബഥനിയാശ്രമം ഇന്ന് നിലനിൽക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയിലാണ്. ഈ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് നമുക്കും നവീകരണങ്ങൾ ആവശ്യമല്ലേ? നമുക്കും പുതിയ മേച്ചിൽപ്പുറങ്ങൾ ആവശ്യമല്ലേ? ഈ മേച്ചിൽപ്പുറങ്ങളിലൊക്കെ പോയിട്ടുള്ള മുന്നണി പടയാളികളിൽ 75% ബഥനിയാശ്രമസ്ഥരായിരുന്നു. ഞാൻ ആ അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. ഈ സഭയെ വരും നൂറ്റാണ്ടിലോ സംവിധാനത്തിലേക്കോ നയിക്കാൻ തക്കവണ്ണം ശക്തിയുള്ള വ്യക്തികൾ ബഥനിയിൽ വളർന്നു വരണം. വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, കർമ്മപരം, എല്ലാ തരത്തിലും ശക്തിയുള്ള വ്യക്തികൾ ബഥനിയിലുണ്ടാകണം. എനിക്ക് ബഥനിയെക്കുറിച്ചുള്ള സ്വപ്നമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യങ്ങർ ജനറേഷൻ. കാരണം ബഥനി ആശ്രമത്തിൻ്റെ ആവറേജ് ഏജ് എടുത്ത് നോക്കിയാൽ ഇപ്പോഴൊരു 35, 36, 38 ഉള്ളൂ ആവറേജ് ഏജ്. കാരണം കൊച്ചന്മാരുടെ നല്ലൊരു സംഖ്യ ബഥനിയിലുണ്ട്. ഇവരെ എക്വിപ്പ് ചെയ്ത് വളർത്തിയെടുക്കേണ്ട ബാധ്യത, എൻ്റെ പ്രതീക്ഷയും സ്വപ്നവും അതാണ്. അവരെ എക്വിപ്പ് ചെയ്യുക. കുറ്റവും കുറവും വീഴ്ചയും ഒക്കെ വരും, അങ്ങനെയല്ലേ? മനുഷ്യൻ്റെ ജീവിതമല്ലേ? നമ്മളാരും പുണ്യവാന്മാരായിട്ട് ജീവിക്കുന്നവരല്ല.
പക്ഷേ എൻറിച്ച് ദം, എനേബിൾ ദം. ഞാൻ ആ ഒരു കാഴ്ചപ്പാട് കൂടി മാത്രമേ സമൂഹത്തിലെ അധികാര ശുശ്രൂഷയും സമൂഹത്തിലെ വ്യക്തികളെയും കാണാറുള്ളൂ. എന്താണ് അധികാരി? അധികാരത്തിൻ്റെ പണി എന്താ? മറ്റുള്ളവരെ ബലപ്പെടുത്താൻ അല്ലേ? പത്രോസിനോട് കർത്താവ് പറഞ്ഞ എന്തുവാ? നീ പോയി നിൻ്റെ ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കാനാ അല്ലേ? അവരൊക്കെ പല വഴിക്ക് പോയി, നീ പോയി നിൻ്റെ ശിഷ്യന്മാരെ കൂട്ടി. ഈ ശുശ്രൂഷയാണ് ബഥനിക്ക് ആവശ്യം. ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ബഥനി ശക്തിപ്പെടുന്നത്, സഭ ശക്തിപ്പെടുന്നത്. പക്ഷേ വിലയേറിയ നല്ല പാഠങ്ങളാണ് ഹൃദയപൂർവ്വം പ്രേക്ഷകർക്കായിട്ട് അച്ഛൻ നൽകിയത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ നട്ടെല്ല് എന്ന് നമുക്ക് പറയാവുന്ന ബഥനി സന്യാസ സമൂഹം ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അച്ഛൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. ഈ സ്വപ്നങ്ങളൊക്കെ ദൈവം പൂവണിയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും സമയം ഹൃദയപൂർവ്വം പരിപാടിക്ക് തന്ന അച്ഛൻ്റെ നല്ല മനസ്സിന് ഒത്തിരി നന്ദി. ബഹുമാനപ്പെട്ട സുനിലച്ച, മലങ്കര TV കുടുംബാംഗങ്ങളെ, ബഥനിയെ മലങ്കര സഭയിലും ലോകത്തിലും അവതരിപ്പിക്കാൻ ഈ മലങ്കര TVയിലൂടെ സാധിച്ചതിൽ എനിക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട്. ബഥനിയിലെ എല്ലാ വൈദികരുടെയും പ്രാർത്ഥനകളും ആശംസകളും നിങ്ങളെ അറിയിക്കുന്നു. ബഥനി നിലനിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളിലാണ്. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഹൃദയപൂർവ്വം പരിപാടിയിൽ ബഥനി സന്യാസ സമൂഹത്തെക്കുറിച്ച് ബഥനി സന്യാസ സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറലുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വ്യാഴാഴ്ച പുതിയ കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും കാണും. എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെ 1000 മംഗളങ്ങൾ ആശംസിക്കുന്നു. നന്ദി.